സുരേഷ്കുമാർ കഴിഞ്ഞ ഇടയ്ക്ക് വരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പറ്റിയ ഒരു അതിഭയങ്കരമായ കുഴപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭാര്യ തന്നെ പരാതി ഉന്നയിച്ചിരിക്കുന്നു. അതെ, അതിന് മറ്റു തരത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണാതിരിക്കുകയല്ലോ. പക്ഷേ ഒരബദ്ധമോ രണ്ടബദ്ധമോ അല്ലല്ലോ ഓരോരുത്തർക്കും. മാങ്കൂട്ടം തന്നെ കണ്ടില്ലേ. നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് കാണിക്കുന്നത്. ഞങ്ങളെപ്പോൾ എല്ലാവരും ജ്യോതികുമാർ ചാമക്കാല ജയിക്കുന്നുള്ളതാണ്. നല്ല മനുഷ്യനാണ്, വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, നല്ല ഇതാണ്. എന്താണോ നിങ്ങളെ മന്ത്രിയെ മടുത്തോ? മന്ത്രി ഇല്ലെങ്കിലും കൊള്ളത്തില്ല. മന്ത്രി മൗരാച്ചിപ്പണിയും വലിയ ഇതായി പോയി. അതുപോലെ വികസന കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ പറയത്തില്ല. വികസന കാര്യം ചെയ്തിട്ട് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നുള്ള വികസനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടാണ്. വ്യക്തിപരമായി ഇതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് അവസ്ഥയാണ്. എന്നും ഇവിടെ പ്രകടനമാണ്. MLA വീട്ടിലേക്ക് എന്നും പ്രകടനം. ഞങ്ങൾ ഇന്ന് തന്നെ 12-1 മണി വരെ ഞാൻ കോട്ട ഓടാൻ പറ്റിയില്ല. ചെയ്തിരിക്കുന്നത് ആണോ? പെൺവാണി പോയി നോക്കുന്നത് മന്ത്രി ചെയ്യാൻ കൊള്ളാത്ത പണിയാണ്. 5000 കാമുകിമാർ 5000 കാമുകിമാർ പ്രണയം. അത് നല്ല നല്ല കവിയുടെ ഇവരെ കാര്യങ്ങളല്ലേ എടുത്ത് പറയുന്നേ. അതെ, ഞങ്ങൾക്ക് ഇതുപോലുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് ഇവിടെ ഓട്ടോ ഓടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ എന്നും പ്രകടനങ്ങളാണ്. ഇന്നലെ വൈകിട്ട് പ്രകടനമായിരുന്നു. ഇന്ന് ഉച്ചവരെ 10 മണിക്ക് അടച്ചതാണ് ഈ റോഡ്. 1 മണി വരെ റോഡ് അടച്ചിട്ടിരിക്കും. ഞങ്ങൾക്ക് ഓട്ടോ ഓടാൻ പറ്റുന്നില്ല. അതൊരു ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വർഷത്തിൽ ഒരു 10 തവണയെങ്കിലും ഇതുപോലെ പ്രകടനം ഉണ്ടാവും. ഓരോരോ വിഷയങ്ങൾ വിവാദങ്ങളിൽ ചെന്ന് ചാടുമ്പോഴും ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു കൂടുതൽ ആൾ ജയിച്ചു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെയുള്ള അഹങ്കാരങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ 5 ടേണ അതിൻ്റെ. അതുകൊണ്ട് പുള്ളിക്ക് അതിൻ്റെയായിട്ടുള്ള അഹങ്കാരങ്ങളായി, മാടമ്പിത്തരമായി. അതുകൊണ്ട് ഇനി മാറി വരണം.